ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി നമുക്ക് പോളിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ലക്ഷ്മികാന്ത് ടെക്സ്റ്റിലെ അതിൽ ഇന്നത്തെ ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Consider the following languages: Gujarati, Kannada, Telugu. Which of the above has or have been declared as classical language or languages by the government? Option A 1 and 2 only, option B 3 only, option C 2 and 3 only, option D 1, 2 and 3. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 and 3 ഓൺലി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തി എന്നുള്ള ലാംഗ്വേജ് ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ല. അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ ലാംഗ്വേജിനെ കുറിച്ച് നോക്കാം. ക്ലാസിക്കൽ ലാംഗ്വേജസ് ഡിക്ലെയർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ, സാംസ്കാരിക വകുപ്പാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഡിക്ലെയർ ചെയ്യുന്നത്. 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഷെഡ്യൂളിലാണ് ക്ലാസിക്കൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. നമുക്കിപ്പോൾ പ്രസൻ്റായിട്ട് 11 ക്ലാസിക്കൽ ഭാഷകളുണ്ട്. ഫസ്റ്റ് നമുക്ക് 2024 5 ക്ലാസിക്കൽ ഭാഷകൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 6 ക്ലാസിക്കൽ ഭാഷകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 11 ക്ലാസിക്കൽ ഭാഷകൾ ഏതെല്ലാം നോക്കാം. അത് ഡിക്ലെയർ ചെയ്ത ഇയറും നോക്കാം. തമിഴ് 2024 സാൻസ്ക്രിറ്റ് 2025 സംസ്കൃതത്തിന് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിച്ച് 2005 കന്നഡ 2008, തെലുങ്കു 2008, അതുപോലെ മലയാളം 2013. അപ്പോൾ 5, അതുപോലെ ഒഡിയ 2014. ഈ 6 ഭാഷകളായിരുന്നു 2014 വരെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2024 5 ഭാഷകൾ കൂടി ആഡ് ചെയ്തു. മറാത്തി, പാലി, പ്രാകൃത്, അസാമീസ്, ബംഗാളി. ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, അസാമീസ്, ബംഗാളി. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പോൾ ഓപ്ഷൻ സി 2 and 3 ഓൺലി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്ലാനിംഗ് ഇൻ ഇന്ത്യ? സ്റ്റേറ്റ്മെൻറ്റ് 1 ദ ഫിനാൻസ് കമ്മീഷൻ, 2 the National Development Council, 3 the Union Ministry of Rural Development, 4 the Union Ministry of Urban Development, 5 the Parliament. Select the correct answer using the code given below. 1, 2 and 5 only, option B 1, 3 and 4 only, option C 2 and 5 only, option D 1, 2, 3 and 4. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 and 5 ഓൺലി ആണ്. അതായത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അതുപോലെ പാർലമെൻറ്റ്, ഇതാണ് പ്ലാനിങ് ഇൻ ഇന്ത്യ, പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. NDC എന്ന് പറഞ്ഞാൽ NDC പാർലമെൻറ്റും പ്ലാനിംഗ് കമ്മീഷനോട് റിലേറ്റഡ് ആണ്. NDC എസ്റ്റാബ്ലിഷ് ചെയ്തത് 1952 ചെയർമാൻ ഓഫ് NDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ നമ്മൾ മുന്നേ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NDC എന്ന് പറഞ്ഞാൽ ഓൺലി ആൻ അഡ്വൈസറി ബോഡിയാണ്, അതൊരു പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ഫാക്ടർ എന്നല്ല, ഒരു ഓർഗൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണ്. അപ്പെക്സ് അതോറിറ്റി ടു അപ്രൂവിങ് പ്ലാൻസൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള അപ്പെക്സ് അതോറിറ്റി NDCക്കാണ്. അതുപോലെ 2014 പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്തിട്ട് അത് നീതി ആയോഗായിട്ട് റീപ്ലേസ് ചെയ്ത്. അപ്പോൾ നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2015 ജാനുവരി 1. ഇനി നമുക്ക് പാർലമെൻറ്റിൻ്റെ കാര്യം നോക്കാം. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, 5 year പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതെല്ലാം പാർലമെൻറ്റേറിയൻസ് ആണ്. പാർലമെൻറ്റിൽ വെച്ചിട്ടാണ് ഈ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുക. അങ്ങനെ പ്ലാനിങ്ങുമായിട്ട് ഈ പാർലമെൻറ്റിനും റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ which of the following is or are the function or functions of the cabinet secretariat? Option statement 1 preparation of agenda for cabinet meetings. Statement 2 പറയുന്നത് secretarial assistance to cabinet committees, allocation of financial resources to the ministries. Select the correct answer using the code given below. Option A 1 only, option B 2 and 3 only, option C 1 and 2 only, option D 1, 2 and 3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1 and 2 ഓൺലി ആണ്. കാരണം
പ്രിപ്പറേഷൻ ഓഫ് അജണ്ട ഫോർ ക്യാബിനറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഫംഗ്ഷനാണ്. അതുപോലെ സെക്രട്ടറിയൽ അസിസ്റ്റൻസ് ടു ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്ന് പറയുന്നതും ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ് ഈ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം സിവിൽ സർവീസസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനും കൂടിയാണ്. അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദി മിനിസ്ട്രീസ് എന്നുള്ളത് നോക്കേണ്ടത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദി മിനിസ്ട്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ സി 1 and 2 ഓൺലി എന്നുള്ള ഇത് കറക്റ്റ് ആവണത്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Fourth question, consider the following statements. Constitutional government is one which places effective restrictions on individual liberty in the interest of state authority. Statement 2, places effective restrictions on the authority of the state in the interest of the individual liberty. Which of the statements given above is or are correct? Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അങ്ങനെ ഒരു ഗവൺമെൻറ്റാണ് അത് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ഉള്ളിടത്ത് സിറ്റിസൻസിന് ലീവ് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇഫക്റ്റീവ് റെസ്ട്രിക്ഷൻ സ്റ്റേറ്റിൻ്റെ മുകളിലുണ്ടായിരിക്കും. അതായത് എല്ലാ കാര്യത്തിനും ഇൻഡിവിജ്വൽ ലിബർട്ടി, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വലിന് സ്വാതന്ത്ര്യം, അതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വഴി ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. മൗലിക അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് അത് ഉറപ്പായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റുമാണ്. അപ്പോൾ ഓപ്ഷൻ ബി 2 ഓൺലി ആണ്. ഓപ്ഷൻ ബി 2 ഓൺലി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കാരണം പ്ലേസസ് ഇഫക്റ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി അതോറിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ലിബർട്ടി. അപ്പോൾ ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ലീവ് ചെയ്യാനും അതുപോലെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി 2 ഓൺലി കറക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഡിസ്ക്രിഷണറി പവേഴ്സ് ഗിവൺ ടു ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്? പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റിന് ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ എടുക്കാം. 1. Sending a report to the President of India for imposing the President's rule. Statement 2. Appointing the ministers. Statement 3. Reserving certain bills passed by the state legislature for consideration of the President of India. Statement 4. Making the rules to conduct the business of the സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ ഫസ്റ്റും തേർഡും സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി 1 and 3 ഓൺലി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെ കറക്റ്റ് ആവണമെന്ന് നോക്കാം. ഗവർണർ എന്ന് പറയുമ്പോൾ പാർട്ട് 6 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഗവർണറെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 153 ആണ് ദർ ഷാൽ ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 153 ഒരു ഗവർണർ എല്ലാ സ്റ്റേറ്റിനും വേണമെന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ഗവർണർ നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആർക്കും മെജോറിറ്റി ലഭിച്ചില്ല എന്ന് വിചാരിക്കും, ഒരു ലീഡറിനെ ഇലക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഗവർണറിന് ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചോയ്സിലുള്ള ഒരാളെ ചൂസ് ചെയ്യാനും അപ്പോയിൻറ്റ് ചെയ്യാനും CM ആയിട്ട്, അതായത് ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനുള്ളൊരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ബില്ലുകൾ പ്രസിഡൻറ്റിൻ്റെ പരിഗണനയ്ക്കായിട്ട് റിസർവ് ചെയ്ത് വയ്ക്കാനുള്ള അധികാരം, റിസർവ് ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? ഗവർണറിന് ഡിസ്ക്രിഷണറി പവറാണ്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ 2 പറഞ്ഞു നമ്മൾ. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 356 അനുസരിച്ചിട്ട് ഗവർണറിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു സ്റ്റേറ്റിലെ പ്രസിഡൻസ് റൂള് കൊണ്ടുവരാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് പ്രസിഡൻസ് റൂള് കൊണ്ടുവരിക. അതും ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവറിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 3 പറഞ്ഞു. അപ്പോൾ നമുക്കിതിൽ ഇതെല്ലാം എന്താ പറയുക, പവേഴ്സ് തന്നെയാണ്. സെൻഡിങ് എ റിപ്പോർട്ട് ടു ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഫോർ ഇമ്പോസിംഗ് president rule, appointing the ministers, reserving certain bills by the state legislature for consideration of the president of India, making the rules to conduct the business of the state government. പക്ഷേ ഇതിൽ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് പറയുന്നത് 1 and 3 മാത്രമാണ്. അപ്പോയിൻറ്റിങ് ദ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവർണറിൻ്റെ പവർ തന്നെയാണ്. അതുപോലെ മേക്കിംഗ് ദ റൂൾസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഗവർണറാണ്. നമ്മൾ കഴിഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു.
മേക്കിംഗ് ദ റൂൾസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് പ്രസിഡൻ്റാണ്. 77 ക്ലോസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേറ്റിൽ അതിൻ്റെ റോള് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഡിസ്ക്രിഷണറി പവേഴ്സ് ചോദിച്ചുകൊണ്ട് 1 and 3 ഓൺലി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കിയ 5 ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 5 ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള മുന്നത്തെ വീഡിയോസൊക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് അതൊക്കെയാണ് നമുക്കൊരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.